ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി സത്യമായിട്ട് മാറകോ ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ഒരു പാട്ടുകൂടെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ആക്ഷൻ സീരീസ് ആണ്. ഇച്ചിരി ഉറക്കമായിരുന്നു സിനിമയൊക്കെ, പക്ഷേ അത്ര കൊള്ളാം. ഫിറോണ്ട് അത്രയൊന്നും കൊള്ളത്തില്ല. കൊള്ളൂലായിരുന്നു. It was boring. There was no story, there was no action. Much lesser than what I expected. And the music was also boring. ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി സത്യമായിട്ട്. കൊള്ളൂല. സൂപ്പർ പടം, പക്ഷേ ഫസ്റ്റ് അത്രയും വന്നില്ല, അതേ ഉള്ളൂ. പടം കൊള്ളാട്ടോ, അടിപൊളി പടം. പടം കൊള്ളാം. ഫസ്റ്റിൻ്റെ അത്ര ആക്ഷൻ ഇല്ല, പക്ഷേ പടം നന്നായിട്ടുണ്ട്. സ്റ്റോറിയാണ് കുറച്ച്. മാറകോ ഒരു രക്ഷയില്ല. പടം കഴിഞ്ഞ തവണത്തെ പ്രീക്വലാണ്, അതായത് ഇതിൻ്റെ നേരത്തെ ഉള്ളതിൻ്റെ പ്രീക്വലാണ്. പക്ഷേ പടം സൂപ്പർ, ഒരു രക്ഷയില്ല. മാറകോ നല്ല സിനിമയായിരുന്നു. വിഷ്വൽ എഫക്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏരിയസ് ഫ്ലെക്സി വന്ന് കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല. ബട്ട് ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അല്ല, കൊള്ളില്ല എന്ന് പറയില്ല. ഇറ്റ്സ് ഓക്കെ, ബട്ട് കമ്പയർ ടു ഫസ്റ്റ് പാർട്ട് പറയുന്നത് പടം നല്ല പടമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഒരു പാട്ടുകൂടെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ആക്ഷൻ സീരീസ് ആണ്. എല്ലാവരും വന്ന് കണ്ടാൽ വൃത്തിയായിരിക്കും. നല്ല ആക്ഷൻസ് ആയിരുന്നു. നല്ല ഫസ്റ്റിനെ കാട്ടി കുറച്ചുകൂടെ നല്ലതായിരുന്നു. സെക്കൻഡ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്കാണ് സൂപ്പർ. നല്ല ആക്ഷൻ സിനിമയായിരുന്നു. നല്ലപോലെ അതിൻ്റെ പ്രീക്വലായിരുന്നു. മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ നല്ലപോലെ ചെയ്ത് വെച്ചു. നല്ല പടം, കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റിൻ്റെ അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റോറിയാണ്. മാഡ് മാക്സ് ഫിറോണ്ട് അത്രയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വലുതായിട്ട് നമ്മളിവിടെ 6 മണിക്ക് ഷോ ആയിരുന്നു വന്നത്, ഏർലി ഷോ ആയിരുന്നു. പക്ഷേ വലുതായിട്ടൊന്നും നല്ല സ്കോറൊക്കെ ഇത്തിരി വീക്കായിരുന്നു. പക്ഷേ ആനിറ്റികളുടെ ഷോ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ അത്ര പോരാ. ഇച്ചിരി ഉറക്കമായിരുന്നു സിനിമയൊക്കെ, പക്ഷേ അത്ര കൊള്ളാം. ഫിറോണ്ട് അത്രയൊന്നും കൊള്ളത്തില്ല. ഫസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാഡ് മാക്സ് ഫ്യൂറി റോഡ് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഇത് അത്ര കണ്ടിരിക്കാൻ കൊള്ളാം, പക്ഷേ സ്റ്റോറി അത്ര ഒന്നും വരില്ല. എക്സ്പീരിയൻസ് ലാഗ് അടിക്കും, പക്ഷേ കണ്ടിരിക്കാം. ഒരു ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച്. ഫ്യൂറി റോഡിൻ്റെ അത്രയും റീവാച്ച് വാല്യൂ ഇല്ല. അതല്ല, ഞാൻ ഇതിനു വേണ്ടി ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷേ ഉറങ്ങിയില്ല, ഉറങ്ങില്ല. പക്ഷേ ബോറ പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം. കൊള്ളായിരുന്നു. മറ്റേ മാഡ് മാക്സിൻ്റെ അത്ര വരൂല്ല, എന്നാലും കൊള്ളാം. പ്രീക്വൽ അല്ലേ, കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി മാഡ് മാക്സ് ഇല്ല. പുള്ളിക്കാരിയുടെ ഫ്യൂരിയസ് എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. ഓവറായിട്ട് CG യൂസ് ചെയ്ത്, മുമ്പ് നല്ല പ്രാക്ടിക്കൽ എഫക്ട്സ് കാരണം സ്റ്റണ്ടൊക്കെ ഉണ്ട്. ഇത് ഓവർ VFX ആണ്. കുഴപ്പമില്ല. ഫ്യൂറി റോഡിൻ്റെ അത്രയും പോരാ, അതൊരു 50% പോലും വന്നിട്ടില്ല. പക്ഷേ നല്ല മേക്കിംഗ്, നല്ല ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ ഫ്യൂരിയോസിൻ്റെ കഥയായതുകൊണ്ട് ആ ഒരു മേക്കിംഗ് ഹൈ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്യൂറി റോഡിൻ്റെ അത്രയും പോരാ. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടും ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. വിഷ്വലായിട്ട് നല്ല രസമുണ്ട്. സിനിമയും കൊള്ളാം, നല്ല സിനിമയാണ്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു 100% നമുക്കൊരു ഫുൾഫിൽ ആവുന്നുണ്ട്. മൂവി വർത്ത് മണി. ആക്ഷൻ സീൻസൊക്കെ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫേസ്റ്റിനെ കാട്ടി മറ്റേ മാക്സ് റോഡിലോട്ടുള്ള അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓവറോൾ നല്ല മൂവിയാണ്. ഇതൊരു പ്രീക്വലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ വേറെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് താമസിച്ചത്, ഞാൻ അത് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി നിന്ന്. അതിനുശേഷം ലാസ്റ്റ് പിന്നെ കാണിക്കുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ കണ്ട സിനിമയുടെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇതൊരു പ്രീക്വൽ ആയതുകൊണ്ട് ഇനി പുതിയൊരു സിനിമയുടെ ഒന്നും കാണിച്ചിട്ടില്ല.